Good morning. നമ്മുടെ ബയോളജിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ. ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ? സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മുടെ ലെറ്റസ് അസസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്. അതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് മിസ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ്? അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക? ഒന്ന് പെട്ടെന്ന് പോയി ആ വീഡിയോ കാണുക. അതിനുശേഷം ഈ ഒരു വീഡിയോ കൂടി കാണുക. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പെട്ടെന്ന് കൺസെപ്റ്റ് മനസ്സിലാവും. അതായത് ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായി ആൻസർ ചെയ്യാൻ പറ്റും. മിസ് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആ വീഡിയോ കാണൂ. അതിനുശേഷം ഈ ഒരു വീഡിയോ കൂടി കാണും. സെറ്റ് അല്ലേ? നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ബോഡി. എ സെറിബ്രം, ബി സെറിബെല്ലം, സി മെഡുല്ല ഒബ്ലങ്കേറ്റ, ഡി തലാമസ്. ഈ ഒരു ഓപ്ഷൻസിന്റെയും ആവശ്യം നമുക്കില്ല. നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്റർ പഠിച്ച ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ആൻസേഴ്സ്, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു എന്ത് ആവശ്യമില്ല, ഓപ്ഷൻസും നമുക്ക് ആവശ്യമില്ല. ആ ഒരു വീഡിയോ കണ്ടുവന്നവരാണെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ പറയും. എന്താണ് ഇതിന്റെ ആൻസർ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെറിബെല്ലം. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബാലൻസ് ഓഫ് ദ ബോഡി. ഏത് ബ്രെയിനിന്റെ പാർട്ടാണ് നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? തെറ്റിക്കരുത്, സെറിബെല്ലം. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ആൻസർ എന്താണ്? സെറിബെല്ലം. ഇതുവരെ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഐഡന്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്ത് ചെയ്യണം? ഈ ഒരു റിലേഷൻ നമ്മൾ കാണുക. എന്നിട്ട് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ആൻസേഴ്സ് ആര് ഫില്ല് ചെയ്യണം? നമ്മൾ ഫില്ല് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? ആ റിലേഷൻ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ. ഇറഗുലർ ഫ്ലോ ഓഫ് ചാർജ് ഇൻ ദ ബ്രെയിൻ, എപ്പിലിപ്സി. ഇത് എവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ട്. നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡർ. അതിന്റെ അണ്ടറിൽ എന്തുണ്ട്? ഒരു യെല്ലോ ബോക്സ് ഉണ്ട്. അതിൽ നമ്മൾ പഠിച്ചതാണ് ഡിസീസ്, കോസ്, സിംറ്റംസ്. അതിന്റെ ഡിപ്പെൻഡന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇറഗുലർ ഫ്ലോ ഓഫ് ചാർജ് ഇൻ ബ്രെയിൻ, ഇത് എന്തിന്റെ കോസ് ആണ്? നമ്മുടെ എപ്പിലെപ്സിയുടെ കോസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും താഴെ നമുക്ക് എന്തുണ്ട്? കോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡിസീസസ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഡിസീസസ് ഏതാണ്? അതിന്റെ ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ കോസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പോമൈൻ. അതായത് ഡോപ്പോമൈന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ഏത് ഡിസീസസ് വരും? അതിന് മുമ്പ് ഒരു മിസ് ഒരു കാര്യം പറയാണ്. എന്താണ് ഡോപ്പോമൈൻ? ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഡോപ്പോമൈൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് ഏത് ഡിസീസസ് ആണ് വരിക? പാർക്കിൻസൺ. ആ ഒരു യെല്ലോ ബോക്സ് പഠിച്ചവർക്ക് അറിയാം അതിന്റെ ആൻസർ എന്താണ്? പാർക്കിൻസൺസ്. ഒന്ന് എഴുതിക്കോളൂ. പാർക്കിൻസൺ, PARK, പാർക്കിൻ, KINSONS. ഇതാണ് പാർക്കിൻസൺസ്. അതായത് ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പോമൈൻ. എന്താണ് ആൻസർ? പാർക്കിൻസൺസ്. തെറ്റിക്കരുത്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആൻഡ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്യണം? കുറെ സിറ്റുവേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്? കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ആ സിറ്റുവേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സിറ്റുവേഷൻസ് നോക്കിയാലോ. തോൺ പീസസ് ദ ഫുഡ്. അതായത് നമ്മളെ കാലിന്റെ അടി ഉണ്ടാവില്ലേ, പാദം, അവിടേക്ക് എന്ത് ഇറക്കുന്നുണ്ട്? മുള്ള് തറക്കുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ. സെക്കൻഡ് വൺ, ദ ലെഗ് ഈസ് വിഡ്രോൺ. കാല് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ കാല് മുള്ള് തറച്ച് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കാലം കൊണ്ട് വിഡ്രോ ചെയ്യും. ഇത് നോർമൽ കേസാണ്. തേർഡ് വൺ, ദ തോൺ ഈസ് ടേക്കൺ ഔട്ട് സ്ലോലി. എന്ത് ചെയ്യുന്നുണ്ട്? തേർഡ് സിറ്റുവേഷൻ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മുള്ള് മെല്ലെ അങ്ങോട്ട് പുറത്തോട്ട് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. കാലിൽ മുള്ള് തറക്കുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? കാല് വിഡ്രോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മുള്ള് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ്. എന്ത് ചെയ്യണം? ഇതിൽ സ്റ്റിമുലൈ റെസ്പോൺസസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്താണ് സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ? ദ സെൻസസ് ദാറ്റ് എവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ഈസ് കോൾഡ് സ്റ്റിമുലൈ. ഇതിൽ എവിടെയാണ് നമുക്കൊരു സെൻസേഷൻ എവോക്ക് ചെയ്യുന്നത്? അതായത് നമുക്ക് കാലിൽ മുള്ള് തറക്കുക, അതാണ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു സെൻസേഷൻസ് എവോക്ക് ചെയ്യുന്നത്. അപ്പോൾ ദ തോൺ പീസസ് ദ ഫുഡ്, അതാണ് നമ്മുടെ സ്റ്റിമുലൈ എന്ന് പറയുന്നത്.
അതാണ് നമ്മുടെ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെസ്പോൺസ്. അതിന്റെ റെസ്പോൺസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാല് വിഡ്രോ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ റെസ്പോൺസസ് എന്ന് പറയുന്നത്. ദ ലെഗ് ഈസ് വിഡ്രോൺ. അതാണ് നമ്മുടെ റെസ്പോൺസസ്. അതാണ് നമ്മൾ അതിനെ ചെയ്യുന്ന റെസ്പോൺസസ്. അതിനാണ് നമ്മൾ റെസ്പോൺസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാസ് ദ ലെഗ് വിഡ്രോൺ ആഫ്റ്റർ സെൻസിങ് ദ പെയിൻ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെയിൻ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നില്ലേ, അതാണ് ചോദിക്കുന്നത്. ഐഡന്റിഫൈ ദ റിഫ്ലെക്സ് ആക്ഷൻ. പ്രിപ്പയർ ആൻ ഇലിസ്ട്രേഷൻ ഷോയിങ് ദ പാർട്ട് ത്രൂ വിച്ച് ദ ഇമ്പൾസസ് വെർ ട്രാൻസ്മിറ്റഡ്. എങ്ങനെയാണ് ഈ ഇമ്പൾസസ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നമ്മളത് ഓൾറെഡി റിഫ്ലെക്സ് ആക്ഷന്റെ കേസിൽ പഠിച്ചതായിരുന്നു. എങ്ങനെയാണ്, സ്റ്റിമുലൈ വന്ന് തട്ടുന്നു, സ്റ്റിമുലൈ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിസെപ്റ്റേഴ്സ് ജനറേറ്റ് ഇമ്പൾസസ്. നമ്മളെ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യും, ഈ ഇമ്പൾസസ് എവിടെ എത്തും, സെൻസറി ന്യൂറോണിലേക്ക് എത്തും. എവിടേക്കാണ്, സെൻസറി ന്യൂറോണിലേക്ക്. നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്, ഇന്റർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ ഇന്റർ ന്യൂറോൺ. ഇതെന്താണ്, ഇറ്റ് കണക്ട്സ് ബോത്ത് സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. ഈ ഇന്റർ ന്യൂറോണിന് എവിടേക്കാണ്, മോട്ടോർ ന്യൂറോണിലേക്കാണ് ഇമ്പൾസസ് എത്തുക. മോട്ടോർ ന്യൂറോൺ. ഇനി എന്താണ് ലാസ്റ്റ് ഇവിടെ എത്തുന്നത്, ആ റിലേറ്റഡ് മസിൽ, അതായത് കാലിന്റെ ആ ഒരു ഭാഗത്തിലേക്ക് റിലേറ്റഡ് മസിൽ, അങ്ങോട്ടേക്കാണ് ഇമ്പൾസസ് റീച്ച് ചെയ്യുക. ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാല് വിഡ്രോ ചെയ്യുക. ഇതാണ് അതിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പ്രിപ്പയർ ആൻ ഇലിസ്ട്രേഷൻ ഷോയിങ് ദ പാർട്സ് ത്രൂ വിച്ച് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ്. ഇങ്ങനെയാണ് ഇമ്പൾസസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്ന് സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. നമ്മൾ സ്റ്റിമുലൈ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതുപോലെ റെസ്പോൺസസും ഫൈൻഡ് ഔട്ട് ചെയ്തു. പിന്നെ എന്താന്ന് പറഞ്ഞത്, ഒരു ഇലിസ്ട്രേഷൻ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. സിമ്പിൾ അല്ലേ? ആ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാം ഇത് എത്ര പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് കമന്റ്സ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിലോട്ട് വരിക. മിസ് എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മിസ് എന്ത് ചെയ്യും, ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.